കോവിഡ് ബാധിതയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് കായംകുളം സ്വദേശി നൌഫലിന് ശിക്ഷ വിധിച്ചത്. പ്രതി 1,80,000 രൂപ പിഴയും ഒടുക്കണം. 2020 സെപ്റ്റംബറിലായിരുന്നു ഏറെ ഞെട്ടലുണ്ടാക്കിയ സംഭവം. കോവിഡ് കാലത്ത് കേരളം ഞെട്ടിയ സംഭവത്തിലാണ് നിർണായക വിധി. 108 ആംബുലൻസ് ഡ്രൈവറായിരുന്ന കായംകുളം സ്വദേശി നൌഫലിന് ജീവപര്യന്തം തടവും 1,80,000 രൂപ പിഴയും ശിക്ഷ. പന്തളത്തെ കോവിഡ് കെയർ സെന്ററിൽ എത്തിക്കേണ്ട രോഗബാധിതയുമായി പ്രതി ആറന്മുളയിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. ആളൊഴിഞ്ഞ മൈതാനത്ത് ആംബുലൻസിൽ വെച്ചാണ് പീഡനത്തിനിരയാക്കിയത്. 2020 സെപ്റ്റംബർ 5-നായിരുന്നു സംഭവം. വളരെ വലിയ വിജയം തന്നെയാണ്. അന്നത്തെ സാഹചര്യത്തിൽ അന്വേഷണം വളരെ സങ്കീർണമായിരുന്നു. ആ സാഹചര്യത്തിൽ വളരെ വിജയം തന്നെയാണ്. ശാസ്ത്രത്തിലും ഡിജിറ്റൽ തെളിവും ഉണ്ടായിരുന്നു. എല്ലാം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. പീഡനശേഷം പ്രതി ക്ഷമാപണം നടത്തിയത് യുവതി തന്നെ മൊബൈലിൽ പകർത്തി പോലീസിന് കൈമാറി. ഇതുൾപ്പെടെ ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. 55 സാക്ഷികളാണ് പ്രതിക്കെതിരെ കോടതിയിൽ മൊഴി നൽകിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിചാരണ പൂർണ്ണമായി വീഡിയോയിൽ പകർത്തിയായിരുന്നു കേസിന്റെ വിചാരണ. കോവിഡ് കാലത്ത് ആരോഗ്യവകുപ്പ് ഏറെ പഴികേട്ട കേസിലാണ് സെഷൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞതെന്നതും ശ്രദ്ധേയം. 24 പത്തനംതിട്ട.